ഫ്രണ്ട് സ്റ്റോറി ഇട്ടപ്പോൾ ആറം പറയുന്നു എനിക്കെല്ലാം മൈൻഡ് നിങ്ങളോട് സംസാരിക്കാൻ പറ്റും. ജേഹു പറയുന്നു ആറം തുടങ്ങി മണ്ട നിനക്ക് അനമ സംസാരിക്കാൻ മനസ്സിലാവോ അത് മനസ്സിലാവോ? മറന്നുപോയി. ഈ ഗോഡ് പറഞ്ഞായിരുന്നു ആറം പറഞ്ഞായിരുന്നു. ശരി ഓക്കെ, നമ്മൾ രണ്ടുപേരും നോക്കായിരുന്നു. നേഹയുടെ ആറാം പറഞ്ഞു ഈ നേഹ കണ്ണ് ചുമ്മി നോക്കായിരുന്നു. നേഹക്ക് പവർ കണ്ട് നേഹക്ക് കണ്ണ് ഷാക്കായിരുന്നു. നേഹ ഒരു മാറി ചിരിക്കായിരുന്നു. ആറം കേട്ടായിരുന്നു എന്താ പവർ. നേഹ ആറം നോക്കി കണ്ണ് ചുമ്മി മനസ്സിലിരിക്കായിരുന്നു. ആറാം മണ്ണിങ് എനിക്ക് തണ്ടർ പവർ ആറാം എന്ന് മനസ്സിനുള്ളിൽ കയറിയാൻ തുടങ്ങി. ആറാം എനിക്ക് ടെലിപോർട്ട് ചെയ്യാൻ പറ്റൂ എന്ന് ആറാം അവരോട് പറയായിരുന്നു. എനിക്ക് ഫ്യൂച്ചർ നോക്കാൻ പറ്റുമെന്ന് ഹീറോയി മനസ്സിൽ പറയുന്നു. ഇത് ആറാം കേട്ട് ഷാക്കായിരുന്നു. ആറാം ഷാക്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഈ പവറാ ഞാൻ ആറാമിനെ കേട്ട് ഷാക്ക്. ബാക്കി ഒരു ഷോക്കായിരുന്നു. റോസി പറയാൻ തുടങ്ങി നിനക്ക് ഈ പവറാ അപ്പം എനിക്കെന്ത് പവറാ? കണ്ണ് ചെമ്മിയായിരുന്നു. നേഹക്ക് പവറുണ്ട്. നേഹക്ക് ഷാക്കായിരുന്നു. എന്ന് നേഹ ചിരിക്കായിരുന്നു. എന്ത് നേഹ? എനിക്ക് മറയാൻ പറ്റൂ. നേഹ ചിരിക്കാൻ വെള്ളത്തിനാക്കിയിട്ട് നേഹയോട് ഷാക്കായിരുന്നു ഹീറോയ്ക്ക്. നിനക്കെന്ത് മറയാൻ പറ്റുമോ? അതെ എനിക്ക് മറയാൻ പറ്റും, അത് മാത്രമല്ല വുഡ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് നേഹ പറഞ്ഞായിരുന്നു. ശരി എന്ന് പറഞ്ഞു. അവർ കുറച്ച് ഡേയ്സ് പോകായിരുന്നു. ഹീറോയി പറയാൻ തുടങ്ങി ഞാൻ ഗ്രാൻഡ്മാൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് ഹീറോയി പറഞ്ഞായിരുന്നു. നമ്മളെ ഹീറോയിൻ്റെ ഫ്രണ്ടിലേക്ക് പവർ ഞാൻ പറഞ്ഞില്ലേ, നേഹാൻ്റെ ഫ്രണ്ടിക്ക് മറയാൻ പറ്റുമെന്ന് അത് തന്നെ പറഞ്ഞത്. ശരി ഓക്കെ, നമുക്ക് പറയാൻ മറന്നു. ഞാൻ നേഹാൻ്റെ ഫ്രണ്ടിക്ക് മറയാൻ പറ്റും, ഹുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ മറ്റും. നമുക്ക് ഹീറോയി പറയാൻ തുടങ്ങി എനിക്ക് വീട്ടിലേക്ക് പോകുന്നത്. ഹീറോയി വീട്ടിലേക്ക് പോയായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നു. നമുക്ക് ഹീറോയിനെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. നേഹാൻ്റെ വീട്ടിലേക്ക് പോകുന്നു. റോസിക്ക് കോൾ ചെയ്തു. റോസി പറഞ്ഞു അങ്ങനെ എല്ലാവരും ഹീറോയിൻ്റെ വീട്ടിലേക്ക് വന്നായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഗ്രാൻഡ്മയുടെ വാർത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാതിരുന്നായിരുന്നു. അപ്പോൾ ആറമ്മ കാറിലിറങ്ങി. യഥാർത്ഥ ഗ്രാൻഡ്മ നോക്കി ഷോക്കായത്. ആഹാ ഇവനാണോ? ശരി ഇവനെ ആറമ്മനടുത്ത് വന്നു. ആറമ്മനടുത്ത് നോക്കിയിട്ട് ഇവന് കാണുന്ന സുഹൃത്ത് എൻ്റെ പേരക്കൊച്ചയ്ക്ക് കറക്റ്റ് എന്ന് ആറമ്മക്ക് മനസ്സിലായി. ഇത് നേഹാൻ്റെ ഗ്രാൻഡ്മ. ഗ്രാൻഡ്മാണ് നേഹാനെ കുറിച്ച് പറയുന്നത് ആറമ്മക്ക് മനസ്സിലായി. അപ്പോൾ അവനക്ക് മാരേജ് ഇവനക്ക് ഒരുപാട് പിടിച്ചാൽ ഇവർക്ക് രണ്ടുപേരും കല്യാണം എനിക്ക് ഓക്കെയാണ് എന്ന് പറഞ്ഞ അപ്പം ആറമ്മക്ക് മനസ്സിലായി. ഓഹോ അപ്പം നേഹക്ക് എന്നെ പിടിക്കും എന്ന് ആറമ്മക്ക് മനസ്സിലായി. ശരി, അത് ആറമ്മിൻ്റെ വീട്ടിലേക്കാരാണ് ആ വീട്ടിൽ അമ്മ അച്ഛനും വന്നായിരുന്നു. വീട്ടിൽ വന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോൾ നേഹാണ് അമ്മ അച്ഛനൊക്കെ ഒരു ഡൗട്ടായിരുന്നു. ഇങ്ങനെ എൻ്റെ മോക്കും ഇവർക്ക് മാരേജ് കഴിച്ചാൽ ദൂരമാണല്ലോ, എന്താ ചെയ്യാന്ന് നേഹാണ് അമ്മ അച്ഛൻ ആറാം മനസ്സിലൊഴിച്ച് അപ്പോൾ ആറാം പറഞ്ഞായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അവർക്ക് നേഹക്കും മാരേജ്. അപ്പോൾ ആറാം ജേഹൂപ്പും വന്നായിരുന്നു. ആറാം കോൾ ചെയ്ത് പറഞ്ഞായിരുന്നു ഗ്രാൻഡ്മയുടെ കുറച്ച് സംസാരിച്ചു തന്നെ ആറാം. അപ്പോൾ ആറാമിൻ്റെ ഗ്രാൻഡ്മ ആറാമിയുടെ പേര് പറഞ്ഞിട്ടുണ്ടോ ജേഹൂപ്പുക്കും റോസിനെ പിടിച്ചിരുന്നു. അപ്പോൾ റോസിൻ്റെ വീട്ടുകാരെ വിളിച്ചായിരുന്നു. റോസി ഓക്കെ എല്ലാവരും രണ്ടുപേർക്കും ഒക്കെ ഒരു എൻഗേജ്മെൻറ്റ് ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് കുറച്ച് ഡേയ്സ് പോയി രണ്ടുപേർക്ക് മാരേജും ആയി. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. രണ്ടുപേർക്ക് കുട്ടി ജനിച്ചായിരുന്നു. അപ്പം ജിന്നിൻ്റെ മോൻ വന്നായിരുന്നു ഫിലിക്സ് പറയാൻ തുടങ്ങി എല്ലാം നടക്കട്ടെ. അപ്പോൾ എനിക്ക് അനിയത്തി വരുമോ എന്ന് പറയായിരുന്നു. ഇല്ല അനിയനല്ല അനിയത്തി വരുമോ എന്ന് ഫിലിക്സ് പറയായിരുന്നു. അതൊക്കെ ജിന്ന് പറയുന്നത് എന്താടാ നീ പറയണ? ഇല്ല ഡാഡി ഡാഡി എന്ന് പറയും ഓടാതിരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ജിന്നു കണ്ടു പോയിരുന്നു. ഡാഡിക്ക് വേറെ പണിയുണ്ടാ? ജിന്നു കണ്ണുകാതെ പോയിരുന്നു. അങ്ങനെ നമ്മൾ ആറമ്മക്ക് ബേബി ജനിച്ചിരുന്നു. ട്രിബിൾസാണ്. ആറമ്മക്ക് ഷോക്കായിരുന്നു. എന്താ 3 ബോയ് ബേബിയാ? ആറമ്മക്ക് ഇത് കണ്ട് ജിൻ തളക്കടിച്ചു. ഒന്നും പെണ്ണില്ല 3 ബോയ്സാ. നടക്കട്ടെ നിന്നെ വെച്ച് തിന്നവനുണ്ട് എന്ന് ജിന്ന് പറഞ്ഞു പോയിരുന്നു. കാടുമ്പേറിന് കുറുത്ത് കിടന്ന് 3ക്ക് എന്ത് എന്നാൽ ആറമ്മക്ക് തലൊക്കെ ചോദിച്ചു എന്നെനിക്ക് പഠിക്കലേ നിന്നെനിക്ക് പഠിക്കോ ഇത് 3 തല്ലാക്കോ എന്ന് പറഞ്ഞ് ജിന്ന് കാണ്ടിൽ പോയിരുന്നു. അങ്ങനെ വന്നായിരുന്നു. ചോദിച്ചായിരുന്നു എന്താടാ? ഒന്നുമില്ല എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് ഡേയ്സ് പോയിരുന്നു. ജേഹബുക്ക് ഗേൾ ബേബി ജനിച്ചായിരുന്നു. ഓക്കെ
ടേസ് പറഞ്ഞു അങ്ങനെ 3 ബേബീസ് വളർന്നു വലുതായി. ഇപ്പോൾ 3 പേര് കോളേജ് പഠിക്കായിരുന്നു. അങ്ങനെ 3 പേർ അതിൽ വി മാത്രം നന്നായിട്ട് പഠിക്കുക. ജിമ്മിന് പഠിക്കുന്നില്ല. ജിമ്മിന് വന്ന ഇങ്ങനെ ഗേൾസിനൊക്കെ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുന്ന ഗേൾസ് നല്ല കോമഡിക്കായിട്ട് കളിയാക്കായിരുന്നു. ജിമ്മിൻ പഠിക്കുന്നുമില്ല, ഭയങ്കര കുർത്ത് പഠിക്കും. അവന് 3 പേർ നല്ല ടോപ്പറാണ്. മാത്രം നല്ല കുർത്തുകട. മാത്രം വി നല്ല പഠിക്കുന്ന ആളാണ്. 6 മതി. എന്നിട്ട് ജങ്കുക്ക് വേണമെന്ന് ടാറ്റോറിട്ട് നല്ല ഗേൾസിന് ഇതാക്കിയായിരുന്നു. അതിൽ വീണ്ട് അതെ പറഞ്ഞ വി പറയാതാണ്, പോ ചേട്ടാ ഒന്നും പറയണ്ടെന്ന്. ജിമ്മിനിക്ക് ടെൻഷനായി. എന്താടാ നീ പറഞ്ഞ പോ എന്ന് പറഞ്ഞു ഉണ്ടാക്കായിരുന്നു. അപ്പം നമ്മൾ ജേഹപ്പിന് ഗേൾ ബേബി വന്നായിരുന്നു. അങ്ങനെയായിട്ട് എന്താടാ അവിടെ ചെയ്യുന്നത്? ആ നീ വന്നോ? എന്താ മിനിക്ക് എന്ത് പറ്റിയിടാ പോടാ ആയിരിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ട് കഥ പോയായിരുന്നു. അങ്ങനെയായിട്ട് നമ്മൾ ഹീറോമാർക്ക് അതെ 3 പേർക്ക് എന്ത് പവർ നോക്കാം. ജിമ്മിനിക്ക് പറഞ്ഞ മറിയാൻ പറ്റുന്ന ഒരു പവറുണ്ട്. വീക്ക് പറഞ്ഞ തണ്ടർ പവർ. നമ്മളെ ജങ്കുക്ക് ഫയർ പവർ. ഇവർ 3 പേരെ ഓരോന്നും മണ്ടത്തരം കാട്ടുന്നതിൽ ഭയങ്കര ആളാന്ന് പറഞ്ഞ് നമ്മളെ മിനി കൊച്ചിക്ക് പറഞ്ഞ മിനിക്ക് പറഞ്ഞ നല്ലൊരു ഗോസ്റ്റ് പവർ. പിന്നെ ഗോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പവറുണ്ട്. മിനിക്ക് മാത്രമല്ല ഫ്യൂച്ചർ നോക്കുന്ന പവറുണ്ട്. പിന്നെ നല്ല കാര്യം ഗോസ്റ്റിനെ അളിക്കുന്ന പവറാണ് മിനിക്കുള്ളത്. അതിനായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ നമ്മൾ ജിമ്മിനിക്കും മിനിക്കും മാരേജ് ചെയ്തു. ഞങ്ങളെ വീക്കും പെണ്ണ് നോക്കാൻ തുടങ്ങിയത്. ഷുഗാൻ്റെ ചെറിയ കൊച്ചുണ്ട്, അവർക്ക് മാരേജ് ചെയ്തിട്ടു. അങ്ങനെയായിട്ട് ഫ്ലിക്സ് പറയാൻ തുടങ്ങി. ഫ്ലിക്സ് പറഞ്ഞ ഒരു പെൺകുട്ടി ഒരു ഐഡലിൻ്റെ പെണ്ണുക്ക് ഫ്ലിക്സ് 2 ഗേൾസ് ഉണ്ട്. അതിൽ ഐഡൽ 2 ഗേൾസ് ഉണ്ട്. ആ 2 കുട്ടികളുണ്ടായിരുന്നു. 2 പേർക്ക് ഒന്ന് ഫ്ലിക്സിന് പിടിച്ചിരുന്നു. ഫ്ലിക്സിന് വലിയ കൊച്ച് മാരേജ് ഒരു ഡയറക്റ്റ് ആക്ടറിൻ്റെ മോള്. പിന്നെ 2ാമത്തെ കൊച്ച് ജാങ്കുക്ക് മാരേജ്. ജാങ്കുക്കിനെ പിന്നെ വീണ മറിച്ച് വേറെ ഒരു ആക്ടർ മതിയാണ് ഗേൾ. അതുകൊണ്ട് മാരേജ് കഴിച്ചു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയി പറയാൻ തുടങ്ങി ഇവരെ വെച്ച് എന്താ ചെയ്യുക, ഭയങ്കര കുർത്തക്കടി. ഇവർ കല്യാണം കഴിഞ്ഞ് അങ്ങനെ ആയിട്ട് അവർ ഇരുന്നിട്ട് അവരെല്ലാവരും പോയിട്ട് ഒരു മലൻ്റെ അവിടെ ഇരുന്ന് അവർ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഗോഡ് വന്നായിരുന്നു. അതേ ഗോഡ് വന്നായിരുന്നു. ഗോഡ് പറയായിരുന്നു നിങ്ങൾ എല്ലാം കഴിഞ്ഞു, അതുമാത്രമല്ല നിങ്ങൾ ഒരു നാൾ വരുന്നു എന്ന് പറഞ്ഞ് ഗോഡ് അവിടുന്ന് പോയായിരുന്നു.